സ്പിരിറ്റ് ഓഫ് കേരള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ അംഗനവാടിയിൽ ഇന്ന് ഓണാഘോഷമാണ്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓണാഘോഷ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തുടർന്നുള്ള ദിവസങ്ങളിലും പ്രകട പഞ്ചായത്തിലെ ഈ 5ാം വാർഡിന് കീഴിലുള്ള 76 നമ്പർ അംഗനവാടിയിലും ഇതുപോലെ ഓണാഘോഷങ്ങൾ വെച്ചിട്ടുണ്ട്. ഇന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള മെമ്പർമാരെല്ലാം ഇതുപോലുള്ള അവരവരുടെ അംഗനവാടികളുടെ ഓണാഘോഷത്തിൽ പങ്കെടുക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഓണത്തിന്റെ വരവറിയിച്ചുകൊണ്ട് ഇന്നലെ നെഹ്റു ട്രോഫി വള്ളംകളിയായിരുന്നു. ഈ വള്ളംകളി ഇറങ്ങുമ്പോൾ തൊട്ട് നമുക്ക് ഓണത്തിന്റെ ആവേശം തുടങ്ങും. ഇപ്പോൾ നമ്മുടെ ഈ സമീപത്ത് കാണുന്ന പാടശേഖരങ്ങൾ അവിടെയൊക്കെ തന്നെ കൃഷിയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പാടങ്ങളിലൊക്കെ തന്നെ ഇത് ഞായറാഴ്ച നടന്ന സമയമാണ്. ഇപ്പം നമുക്കിപ്പം 4-ാം തീയതി 5-ാം തീയതിയാണ് നമുക്ക് തിരുവോണം. ഇന്നിപ്പോൾ 30-ാം തീയതിയാണ്. 1, 2, 3, 4 തീയതികളടക്കം ഓണാഘോഷ പരിപാടികൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നാട്ടിൻപുറത്താകത്തിൽ തന്നെ ഓണത്തിന്റെ വരവറിയിച്ചുകൊണ്ട് മാവേലി വീടുകളൊക്കെ വന്നു തുടങ്ങി. എല്ലാ വീടുകളും നാടുകളൊക്കെ തന്നെ ആഘോഷത്തിൽ പങ്കുചേരാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം പുത്തൻ ഡ്രസ്സൊക്കെ എടുത്ത് ഓണത്തിന് അണിഞ്ഞൊരുങ്ങുന്നതിന് വേണ്ടി കൊച്ചുകൂട്ടുകാരൊക്കെ തയ്യാറെടുപ്പിക്കുന്ന അവസരത്തിലാണ് നമ്മുടെ ഈ 80 നമ്പർ അംഗനവാടിയുടെ ഓണാഘോഷ പരിപാടി പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒമ്പതാം നമ്പർ അംഗൻവാടിയുടെ ഓണാഘോഷ പരിപാടിയുടെ ആരംഭഘട്ടമാണ് ഇപ്പോൾ നടക്കുന്നത്. ഒത്തൊരുമയുടെ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയുടെ പ്രതീകമാണ് ഓണം. അപ്പോൾ നമ്മുടെ കുഞ്ഞു മക്കളുടെ മനസ്സിലേക്ക് നല്ല നിറമുള്ള കുറേ ഓർമ്മകൾ എനിക്ക് അവരുടെ മനസ്സിൽ ഇനി അവർ വലുതായി കഴിഞ്ഞാലും നിറമുള്ള കുറേ ഓർമ്മകൾ കൊടുക്കുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഈ കൂട്ടായ്മ കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. അവരൊരുപാട് വലുതായാലും ഈ സമയത്തുള്ള കുറേ മറക്കാത്ത കുറേ ഓർമ്മകളിൽ ഇതും ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ ഓണാശംസകൾ. ഹാപ്പി ഓണം. ഞങ്ങളുടെ 80-ാം നമ്പർ അംഗനവാടിയുടെ ഓണ പരിപാടിയാണ് ഇന്ന്. അത് കാരണം ഞങ്ങളുടെ കുട്ടികളുടെ രക്ഷകർത്താക്കൾക്കെല്ലാം ഭയങ്കര ആത്മാർത്ഥത, എല്ലാം നല്ല ഗംഭീരമായിട്ട് നടത്തണമെന്നുള്ള രീതിയിൽ അപ്പം ഞങ്ങളോടുകൂടെ സംസാരിച്ചപ്പം ഞങ്ങളും കൂടെ പറഞ്ഞ് എങ്കിൽ നമുക്ക് നല്ലൊരു പരിപാടി ആക്കിയേക്കാം എന്നും പറഞ്ഞുകൊണ്ട് എല്ലാ രക്ഷകർത്താക്കളും ടീച്ചറും ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ നാട്ടുകാരുൾപ്പെടെ ഇതിനകത്ത് സഹകരിച്ച് നല്ല രീതിയിൽ ഓണപ്പരിപാടി കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്.